ആദ്യം ഒരു ഇൻട്രോ വലിയ കൂടിയ ഒരു മാധ്യമപ്രവർത്തകൻ്റേതാണ്. മാധ്യമപ്രവർത്തനം ആയിരുന്നില്ല പ്രധാനപ്പെട്ട പ്രവർത്തനം കഴിഞ്ഞ കുറേ നാളുകളായി. ഒരു വിലയിരുത്തലിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. രണ്ട് കാരണങ്ങളാണ് എന്റെ മുന്നിലുള്ളത്. തെറ്റാവാനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ എന്റെ മുന്നിൽ രണ്ട് സാധ്യതകളും. ഒന്ന്, ഒരു തരംഗമില്ലെങ്കിൽ UDF ഇക്കുറി ജയിച്ചു കരുതുക ബുദ്ധിമുട്ടാണ്. എക്സിറ്റ് പോൾ പ്രകാരം ഒരു തരംഗമില്ല. ഭരണത്തിന്റെ മടുപ്പ് കൊണ്ട് മാത്രം അധികാരത്തിൽ നിന്ന് LDF പുറത്തു പോകണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സ്ത്രീ വോട്ടർമാർ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ആ വോട്ടർമാർ ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അങ്ങനെ വന്നാൽ അവർ മറ്റൊരു സർക്കാർ വരണമെന്ന് അവർ ആഗ്രഹിക്കാനുള്ള അവരുടെ പക്കലുള്ള കാരണങ്ങൾ എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ വെച്ച് പറയുന്നത്, ഒരു തരംഗമില്ലെങ്കിൽ ഒരുപക്ഷെ എക്സിറ്റ് പോൾ തെറ്റാവാനുള്ള സാധ്യതയുണ്ട്, LDF തുടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറയാനുള്ള കാരണം അതാണ്. അത് ഒരു കണക്കാണ്. പിന്നെ എക്സിറ്റ് പോളിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ നേരത്തെ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇനി UDF ഭാഗത്തുള്ള നല്ല പണി UDF ചെയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രവർത്തകരടക്കം അങ്ങേയറ്റം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് സാധ്യമായതെല്ലാം അവർക്ക് ചെയ്തു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ടല്ലോ. മറ്റൊരാൾ വരട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു സർക്കാരിനെ ഉപേക്ഷിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാത്തിരുന്ന് കാണാം. നമുക്ക് 4-ാം തീയതി ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഉണ്ടല്ലോ, ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ, കാത്തിരുന്നല്ലോ. എന്നിട്ട് എന്താണ് കണ്ടത്? ഇത് ചെറിയ മുതലാളി, വലിയ മുതലാളിയെ കേൾക്കണ്ടേ? വലിയ മുതലാളിയാണ് ഇതിലേറ്റവും ഗംഭീരനായ ആള്. കേരളത്തിലെ മാധ്യമങ്ങളല്ലേ, പിന്നെ ഡൽഹിയിലും ബോംബെയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഇരിക്കുന്ന ആൾക്കാരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്. ഒക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ഇവിടെ കേരളത്തിൽ UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന്റോ മുതലാളി, അരുൺകുമാർ സാറേ വന്നു. UDF അധികാരത്തിലേക്ക് വരുന്നു, കൃത്യമായ ജനവിധിയോടെ, കൃത്യമായ മാൻഡേറ്റോടെ. ഇപ്പം നിങ്ങൾ ചാനലിൽ നിന്ന് ബഹളം വെച്ച് കൂടി വിളിക്കുന്നില്ലേ? ആ ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വന്നാൽ അത് കേവലം മനസ്സിലാക്കാതിരിക്കലല്ല, മറിച്ച് അതിന് പിന്നിൽ നിങ്ങളുടെ ഒരുപാട് താല്പര്യങ്ങളുണ്ടായിരുന്നു, നിങ്ങളുടെ പെയ്ഡ് PR സംവിധാനങ്ങളുണ്ടായിരുന്നു. അത്തരം സംവിധാനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അതുപോലെയുള്ള പ്രചാരവേല അഴിച്ചുവിട്ടത്. അത് കേവലം ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ദൗത്യമായിരുന്നില്ല, മറിച്ച് നിങ്ങളൊരു പക്ഷത്ത് നിന്ന് ചില കാര്യങ്ങളെ പ്രചരിപ്പിക്കുകയായിരുന്നു. നിങ്ങളാണ് മുഖ്യമന്ത്രിയെ ചതിച്ചത്, നിങ്ങളാണ് മുഖ്യമന്ത്രി നയിച്ച പാർട്ടിയെ ചതിച്ചത്. നിങ്ങൾ പറയുന്ന സ്തുതിഗീതങ്ങളും നിങ്ങൾ പറയുന്ന അടിസ്ഥാനവുമായി ഒരു ബന്ധവുമില്ലാത്ത വാർത്തകളിലൊക്കെ വിശ്വസിച്ചതാണ് ഇത്തരമൊരു കനത്ത തിരിച്ചടി ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നത്. ഏതായാലും ആ കനത്ത തിരിച്ചടി, അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരുൺകുമാറൊക്കെ അലമുറയിട്ട് പറയുന്നുണ്ടല്ലോ, 11 പേർ തോറ്റു, 13 പേർ തോറ്റു, സെക്രട്ടേറിയറ്റിൽ നിന്ന് ആകെ 2 പേരെ ജയിച്ചുള്ളൂ, മുഹമ്മദ് റിയാസ് ചിലപ്പോൾ പ്രതിപക്ഷ നേതാവാകേണ്ടി വരും, അല്ലെങ്കിൽ വേറൊരു പേരുകാരൻ പ്രതിപക്ഷ നേതാവാകേണ്ടി വരും, ബാക്കി എല്ലാവരും പിന്നിലാണ് മുന്നിലാണ് എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ നടത്തിയ ചില മൃദു സമീപനങ്ങൾ, ചില ഉറക്കം നടിക്കലുകൾ, അത്തരം കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അത് നിങ്ങൾ ഏതെങ്കിലും ഈ പറയുന്ന ശീതീകരിച്ച പാചകപ്പുരകളിൽ നിന്ന് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന വാർത്താ പലഹാരങ്ങൾ തിന്നുന്നവരല്ല മലയാളികൾ എന്ന് ബോധ്യപ്പെടുന്നത് കൂടിയാണ് ഈ ഫലം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം പഠിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ്. നിങ്ങളാണല്ലോ ചാനൽ മുറികളിലിരുന്ന് അലമുറയിട്ട് ഈ പറയുന്ന തെറ്റിദ്ധാരണാജനകമായ, ഒട്ടും വസ്തുനിഷ്ഠമല്ലാത്ത, യാതൊരു ബോധവുമില്ലാത്ത വാർത്തകൾ ആന്റോ മുതലാളിയൊക്കെ എന്ത് ഗീർവാണം അടിക്കുന്നത് പോലെ വാശിയോടെയാണ് വാദിച്ച് പറ്റിച്ച് അങ്ങോട്ട് ജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും വേണ്ടിയൊക്കെ വെമ്പൽ കൊണ്ടത്. നിങ്ങളൊക്കെ നിന്ന് ഇപ്പോൾ വിളിച്ചു പോകുന്നത് അത് വിധി നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. മേലിലെങ്കിലും മാധ്യമപ്രവർത്തകർ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കണമെങ്കിൽ ആ പ്രവൃത്തിയോട് ഒരു 50% കൂറെങ്കിലും നിങ്ങൾ കാണിക്കണമെന്ന് ആമുഖമായി പറയട്ടെ.